ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി റിവ്യൂയിലേക്ക് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് തമിഴ് മൂവിയാണ്. 2025 നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു മൂവിയാണ്. ഇത് തമിഴ് കൂടാതെ ഒരു പാൻ റിലീസ് ആയതുകൊണ്ട് മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷ റിലീസ് ചെയ്തിരുന്നു. ഞാൻ മലയാളമാണ് കണ്ടത്. അത്യാവശ്യം ഡബ്ബിങ് കൊള്ളാമായിരുന്നു, നിലയ്ക്കായിരുന്നു. ടെസ്റ്റിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എന്താ പറയുക, ഞാൻ ട്രെയിലറോ ടീസറോ ഒന്നും കണ്ടില്ല, വെറും പോസ്റ്റർ മാത്രമാണ് കണ്ടിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ ഇത് റിലീസ് ചെയ്യുന്ന കണ്ടിരുന്നു. അപ്പോൾ എന്തോ കാണാനുള്ള ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നി. കാരണം ഒരുപാട് നാളായി നല്ല ചിത്രങ്ങൾക്ക് തിയേറ്ററിലോട്ട് വന്ന് എമ്പുരാന് ശേഷം അതുപോലെ നമുക്ക് റിവ്യൂ ചെയ്യാനുള്ള പ്രത്യേകിച്ചുള്ള കണ്ടൻറ്റോ കാര്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. അങ്ങനെ ടെസ്റ്റ് എന്ന് പറയുന്ന മൂവി ജസ്റ്റ് ഒന്ന് കാണാൻ ഇടയത് കണ്ടപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് റിവ്യൂ ചെയ്യണം തോന്നി. ഇതൊരു സ്പോർട്സ് ഡ്രാമ മൂവിയാണ്. അതായത് രണ്ട് വശങ്ങളുണ്ട്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് വിജയവും പരാജയവും. ഒരു പക്ഷേ എപ്പോഴും ഒരു വ്യക്തി വിജയിക്കണമെന്നില്ല, എപ്പോഴും ഒരു വ്യക്തി പരാജയപ്പെടണമെന്നില്ല. തീർച്ചയായിട്ടും വിജയത്തിൻ്റെ മുന്നോടി തന്നെയാണ് പരാജയം എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് വിജയിക്കണമെങ്കിൽ ആ വ്യക്തി മാത്രം വിചാരിച്ചാൽ പോലെ ചുറ്റുപാടുകളും അല്ലെങ്കിൽ എന്താ പറയുക, ആ സാഹചര്യം ദൈവവും കൂടെ വേണം എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് ടെസ്റ്റ് എന്ന് പറയുന്ന മൂവിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിക്കുന്ന ഒരു വ്യക്തിയാണ് അർജുൻ എന്ന് പറയുന്നത്. നമ്മുടെ സിദ്ധാർത്ഥ ധർവിൻ്റെ കഥാപാത്രമാണ്. അതുപോലെ തന്നെ ഒരു സയൻറ്റിസ്റ്റായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ അതിലോട്ട് തയ്യാറെടുക്കുന്നതാണ് മാധവ് ധർവിൻ്റെ കഥാപാത്രം. ഇവരെ കൂടാതെ മീര ജാസ്മിൻ, നയൻതാര തുടങ്ങിയ പ്രധാനപ്പെട്ട കാസ്റ്റിംഗായി വരുന്നുണ്ട്. അതായത് ഒരു ക്രിക്കറ്റ് താരം ആയിട്ടാണ് സിദ്ധാർത്ഥി കഥാപാത്രത്തിൽ വരുന്നത്. അതായത് ചെന്നൈക്ക് വേണ്ടി കളിക്കുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹം എന്താ പറയുക, ഒരു ഇന്ത്യൻ പാകിസ്ഥാൻ മാച്ചിൽ ഇന്ത്യ തോൽക്കാൻ ഈ വ്യക്തി കാരണം ഇടയാവുന്നു പലരും പരിഹസിക്കപ്പെടുന്നു. അതോടുകൂടി ഫീൽഡിൽ എന്താണെന്ന് സംഭവിച്ചെന്ന കാരണങ്ങളൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതാണ് തുടക്കത്തിൽ മുന്നോട്ട് പോകുന്നത്. മറ്റൊരു വശത്തായി നോക്കുക, നയൻതാര ചെയ്യുന്ന ഒരു സ്കൂൾ ടീച്ചർ കഥാപാത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡായി വരുന്നത് നമ്മുടെ മാധവാണ്. അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റാണ്. പക്ഷെ എന്തോ വ്യക്തിക്ക് ഇഷ്ടമല്ല. അതിന് പിന്നിൽ അവർ കാര്യങ്ങളൊക്കെ കുറേ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ രണ്ട് കഥാപാത്രങ്ങളും എങ്ങനെയാണ് പരസ്പരം കണക്റ്റ് ആവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വ്യക്തി ഒരു ഭാഗം നോക്കുമ്പോൾ ഒരു വ്യക്തി വിജയത്തിൻ്റെ തൊട്ടയിൽ നിന്ന് പരാജയപ്പെട്ട് പോയിട്ടുള്ളൊരു വ്യക്തിയും അപ്പുറത്ത് നോക്കുമ്പോഴും രണ്ട് വ്യക്തിയും തുല്യത തന്നെയാണ്. കാരണം ഒരു കാലത്ത് വലിയ നിലയിൽ ജീവിച്ചിരുന്ന രണ്ട് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അറിയപ്പെട്ടിരുന്ന രണ്ട് വ്യക്തികൾ പിന്നീട് എന്തോ പല കാരണങ്ങൾ കൊണ്ട് തന്നെ ലൈഫിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും പരാജയത്തിൻ്റെ കുപ്പൂത്തി നിൽക്കുന്നു. എങ്ങനെയും വിജയിക്കണം, അത് എളുപ്പമായ മാർഗത്തിലൂടെ ആയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു കഥാപാത്രം ഇതിൽ വന്ന് ചേരുന്നുണ്ട്. കൂടുതൽ ഭയങ്കര സ്പോയിലറായി പോവും. അതിനിടയ്ക്ക് എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഏറ്റവും പോസിറ്റീവ് ഘട്ടങ്ങളോട് പറയുമ്പോൾ ഇതിനടുത്തുള്ള മേക്കിംഗ് ആയ രീതിക്ക് അത്യാവശ്യം കൊള്ളാമായിരുന്നു. പ്രകടനത്തിൻ്റെ കാര്യത്തിൽ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും ഏവറേജിന് താഴെയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. സിദ്ധാർത്ഥിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ളൊരു പ്രകടനം, എക്സ്പ്രഷൻ ഇല്ലാത്തൊരു പ്രകടനം ഇതിലായിട്ടാണ് എനിക്ക് തോന്നുന്നു. നയൻതാരക്കല്ല തന്നെ ഏറ്റവും വേസ്റ്റഡ് ആയിട്ടുള്ളൊരു കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മീര ജാസ്മിൻ ഉണ്ട്, കാര്യമായിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കഥാപാത്രം, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നു, ഇമോഷണലായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പോകുന്ന ഒരു കഥാപാത്രമായിട്ടാണ് വന്നു പോകുന്നത്. ഒരുപാട് താരങ്ങളുണ്ട്. മാധവനെ കുറിച്ച് പറയുമ്പോഴും എനിക്ക് ആ കഥാപാത്രം ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ഒരു ഓവർ റൈറ്റിംഗ് പോലെ എക്സ്പ്രഷൻ ഒന്നും ചെയ്യാൻ സാധിക്കാതെ പോകുന്ന ഒരു കഥാപാത്രമായി പോയി. നയൻതാരക്കിനേക്കാൾ ഒരു മോശപ്പെട്ട ഒരു കഥാപാത്രമാണെന്ന് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. എസ്പെഷ്യലി എനിക്ക് ഒട്ടും തന്നെ കണക്ട് ആവാൻ സാധിച്ചിരുന്നില്ല. ടെസ്റ്റ് എന്ന് പറയുന്നിട്ടുള്ള ഒരു മൂവിയെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഒരു അവിഞ്ഞ ഒരു ടെസ്റ്റ് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താ പറയുക, പാട്ടുകളാണെങ്കിലും അതുപോലെ തന്നെ ഒട്ടും തന്നെ കാണുന്ന പ്രേക്ഷകരിൽ കണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഇമോഷൻസോ അല്ലെങ്കിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്ന രീതികളൊന്നും തന്നെ ഇല്ല. തുടക്കം മുതൽ തന്നെ ഈ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവസരം ഭാഗത്തെത്തുമ്പോൾ ആണ് ടെസ്റ്റ്. ഏറ്റവും വലിയ പ്രത്യേകത അർജുൻ എന്ന് പറയുന്ന സിദ്ധാർത്ഥ ധർവിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ആണ് അർജുൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് നടക്കുന്നുണ്ട്. ഇന്ത്യൻ പാകിസ്ഥാൻ ഫൈനലാണ് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, ആ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റിന് 2 ദിവസം മുമ്പ് ഇനി 2 ദിവസമുള്ളൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കും. അത് കാണുമ്പോൾ തന്നെ ഡിറ്റേഷനാണ്. അത് അങ്ങോട്ടും കൊണ്ടും കുറേ നടക്കുന്നുണ്ട്. അങ്ങനെ ടെസ്റ്റ് എത്തുന്നു. അതിനിടയ്ക്ക് ഒരു വ്യക്തി കുട്ടിയെ തട്ടിപ്പോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ കടന്നു പറയുന്നുണ്ട്. ഒരു പക്ഷേ ഈ വ്യക്തി ആയിരിക്കും ഇതിൽ വില്ലനായിട്ട് വരുന്നത് നമുക്ക് തോന്നിപ്പോകും. മൊത്തത്തിൽ ആ ക്യാരക്ടർ നെഗറ്റീവിലോട്ട് മാറുന്നുണ്ട്. പക്ഷേ ആ നെഗറ്റീവ് കണ്ടപ്പോൾ പക്ക ഒരു കോമഡി പീസ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട് വന്നുള്ള കഥാപാത്രമാണെങ്കിൽ പോലും ആ പെട്ടെന്നുള്ള രൂപമാറ്റം ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കാരണം അവർ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന പോലെ എനിക്ക് തോന്നിയില്ല. ഒരു തരത്തിലും പക്ക ഒരു വേസ്റ്റായിട്ടുള്ള ടച്ച് പോലെ എനിക്ക് തോന്നി. ഇത് OTT റിലീസ് ചെയ്തത് എന്തുകൊണ്ടും നന്നായെന്ന് എനിക്ക് പറയാനുള്ളൂ. തിയേറ്ററിൽ വെച്ച് അടപടലം കീറി ഒട്ടിച്ചെന്നുള്ള അവസ്ഥയിൽ കണ്ടപ്പോൾ ഇങ്ങനെ തോന്നിയിട്ടുള്ളത്. ഒരു കീറി പറഞ്ഞു പോയിട്ടുള്ള ഒരു ടെസ്റ്റ് എന്നൊക്കെ പറയില്ല, ഒട്ടും തന്നെ എത്താത്ത ഒരു അവസ്ഥ തന്നെയായിരുന്നു. ടെസ്റ്റ് എന്ന് പറയുമ്പോൾ കാണുന്ന പ്രേക്ഷകർക്കായിരിക്കും ആ ഒരു പരീക്ഷണം ഉൾക്കൊള്ളേണ്ടത്. കാരണം എങ്ങനെയെങ്കിലും ഈ 2 മണിക്കൂർ 15 മിനിറ്റും അതിജീവിക്കണം. അതാടി കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ടെസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ബിലോ എവറേജ് അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്, പല പല ലാംഗ്വേജിലും. എനിക്ക് ഇത്രയാണ് വീഡിയോയെക്കുറിച്ച് പറയാനുള്ളൂ. അത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നതും പോലെ തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് പരിഗണിക്കുക. വീണ്ടും മറ്റൊരു ഇതിൻ്റെ റിവ്യൂമായി നിങ്ങളുടെ മുമ്പിൽ കാത്തിരിക്കുക. ബൈ ബൈ.